എല്ലാവർക്കും സെവൻ സീസറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മളിപ്പം GTA തന്നെയാണ് കളിക്കുന്നത്. GTA 5 നമ്മൾ ട്രവർ ട്രെയിലറിന്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. വണ്ടി കണ്ട പോലെ ഉണ്ട്, മോഡിഫൈഡ്സ്. നമ്മൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീം ബൈക്കും കാറിലൊക്കെ ആയിട്ട് കൂടെ ഉണ്ട്. അതേ പോണടുത്ത് തട്ടി അത്യാവശ്യം നല്ല പോക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഒന്ന് ഒരുത്താൻ ഇടിച്ചു. നമുക്കെന്തായാലും നമ്മുടെ ജസ്റ്റ് മിസ് സ്കിഡാണല്ലോ. ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർന്ന് എമ്മാര് ആ പോസ്റ്റിനൊക്കെ ഇത്രയും കട്ടിണ്ടായിരുന്നു. വണ്ടി തിരിഞ്ഞു പോയി. പക്ഷെ വണ്ടി എന്തായാലും നല്ല സ്പീഡുള്ള വണ്ടി കേട്ടോ. അത് ഓടിക്കും, പക്ഷെ ബ്രേക്ക് കുറവാണ്. അവിടെ വെച്ചിരിക്കുന്ന പോസ്റ്റൊക്കെ സൂപ്പർ പോസ്റ്റ് കേട്ടോ. പോസ്റ്റൊക്കെ തട്ടിക്കഴിഞ്ഞാല് ഒന്ന് പോസ്റ്റ് അനങ്ങൂല, ആ വണ്ടിയാണ് തെറിച്ചു പോകുന്നത്. അത് പൊളിച്ച് ഒന്നും നോക്കണ്ട, വെച്ച് പിടിപ്പിക്കുക. നമുക്ക് എല്ലാവരും ബ്രേക്ക് അടിച്ചു പോണത് വളരെ സ്ലോ ആണല്ലോ. ലെഫ്റ്റ് സൈഡിൽ എന്താ ടവറോ? ആദ്യം വിചാരിച്ചു വല്ല UFO ആകാനായിരിക്കുന്നു. അത് നല്ല പറത്തിയാണ് പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആരും കാണുന്നില്ല. അവരൊക്കെ മുമ്പിലാണ്. ഞാനാണിപ്പോ സ്ലോ അല്ലേ. അവർ തുമ്പി പോണ്ട് പോയോക്കാം. ഓരോ സ്ഥലത്ത് എവിടെയാ കൊണ്ടുവച്ചിട്ട് എത്ര നേരം വണ്ടി ഓടിച്ച് പോകേണ്ടത്. ലെഫ്റ്റ് അടിക്കാനുള്ള സ്ഥലമൊന്നും കണ്ടില്ല. അപ്പൊ നമ്മള് ചുറ്റി വരണം. ഇവിടെ ഒന്ന് കട്ടടിച്ചു കയറാൻ പറ്റിയില്ല. വണ്ടി തലകുത്തി മറിഞ്ഞു. തന്നെത്താൻ നേരെയായി. വണ്ടി ഞാനൊന്ന് പൊളിക്കും. പിങ്ക് ടയറും അതാ ലൈറ്റ് കണ്ടല്ലേ. എങ്ങനെയൊക്കെയോ ഒക്കെ മലക്കം മറിഞ്ഞ് നമ്മളെ റോഡിൽ കയറി. അയ്യോ, അതിന്റെ ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയിട്ട. ഒറ്റയടിയിൽ ആ വണ്ടിന്റെ ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയി. കൺട്രോൾ പോയി. നമ്മൾ വീണ്ടും പോവാണ്. ഒരു 32 മൈലേ ഉള്ളൂ, അടുത്തെത്താനായി. ബാക്കി എല്ലാവരും എത്തി, ഞാൻ മാത്രമാണ് ഇങ്ങനെ വലിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഒരു കൺട്രോളില്ലാത്ത വണ്ടി കാണാൻ നല്ല ലുക്കുണ്ട്. അതും കൊടുത്തു നമ്മളങ്ങനെ എത്തി. സ്ഥലമെത്തി. ബാക്കി എല്ലാവരും അവിടെ വന്നിട്ട് പൊളിച്ചടുക്കുവോ? ബാക്കി എല്ലാവരും അവിടെ ഒപ്പം ഉണ്ട്. ഡിങ്കിയിലേക്ക് പോകണം നമ്മള്. കപ്പലാണോ ഡിങ്കി? ബാക്കി എല്ലാരും കയറി. കപ്പലല്ല, ചെറിയ ബോട്ട്. ഞാനും കയറി വണ്ടി എടുത്ത്. നമുക്ക് വെള്ളത്തിലാണ് കളി. എങ്ങോട്ടാണാവോ? ടു ദ ഷോർ. ഏത് ഷോറിലെടുക്കണ്ട? അവിടെ ഒരു യെല്ലോ ബോട്ട്. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നേ ഉള്ളൂ, ബാക്കി കേരളാണോ? ഇതൊന്നും അവിടെ നമുക്കൊരു വലിയ ചന്ദ്രനെ കാണാനുണ്ട്. ഫ്രണ്ട് പൊക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ. വെള്ളത്തിലാണെങ്കിൽ ഇത്ര ദൂരം ഉണ്ടല്ലേ. വെള്ളത്തിൽ കൂടെ പോയോണ്ട് ഇത്രയും പെട്ടെന്ന് എത്താം, അല്ലെങ്കിൽ കണക്കായാണ്. ഏകദേശം എത്താനായിട്ട് കിട്ടാം.
നമ്മുടെ ടോപ്പിലും അതാ അവിടെയാണ് എത്തേണ്ടത്. നമ്മളെ സ്ഥലത്തെത്തിയിരിക്കും. ഓ ഇനി ഫൈറ്റാണോ? ഉള്ള റെഡ് ആൾക്കാരെ കാണുന്നട്ടാ. വെടിവെപ്പാണ്. ഇനി വെടിവെപ്പാ. ഇനി ഒന്നും നോക്കാനില്ല, എല്ലാത്തിനും തീർക്കന്നെ. നമ്മരവിടെ ഇവിടെയൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. കറക്റ്റ് ഹെഡ് ഷോട്ട്. തീർത്തു, ഒന്നിനെ തീർത്തു. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഓടുന്ന കേൾക്കട്ടെ. നമ്മുടെ ടീം ഓടുന്നതാണോ അതോ എനിമീസ് ഓടുന്നതാണോ? ഞാനൊരുത്തനെ കൊന്നുള്ളൂ, ബാക്കിയുള്ളവന്മാരെ ഇവന്മാരെ കൊന്നു തോന്നുന്നു. ലൊക്കേറ്റ് വാനിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഓടിക്കോ ഓടിക്കോ, ഓടി വാനിൽ കയറിക്കോ. വാനോടെ എവിടെ? വാനോടെ ഞാൻ തോന്നുന്നു വിളിച്ചത്. അല്ല ഇവിടെ വാനോടെ എവിടെ ആൾക്കാരുണ്ട്? ഞാൻ എല്ലാരും കൊന്നിട്ടേ വരുള്ളൂ. അവന്മാര് വാനെടുത്ത് പോയി എന്നെ കൂട്ടാണ്ട്. എനിക്ക് വാനില്ല ഇപ്പം. ഹെൽപ്പ് ഡ്രൈവർ ദ വാൻ വെയർഹൗസ്. ഹെൽപ്പ് ഡെലിവർ ദ വാൻ ടു ദ വെയർഹൗസ്. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്താൽ മതിയോ? വാൻ അവര് കൊണ്ടുപോയി. ശത്രുക്കളായിരിക്കും. ഞാൻ വേറെ വഴിക്കാൻ പോകണം. ആ വാൻ എങ്ങനെയെങ്കിലും വെയർ ഹൗസിൽ എത്തിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതാ പുറകെ വരുന്നുണ്ട് കേട്ടോ അവന്മാര്. ഓ വെടി കൊള്ളുന്നുണ്ട്. പുറത്ത് തൊള വീണതുണ്ട. ഞാനിപ്പോ കുറച്ചും കൂടെ മുമ്പിലെത്തി. ബൈക്ക് എടുക്കുന്നത് നേരം കൊണ്ട് വല്ല വണ്ടി എടുത്താൽ മതിയായിരുന്നു. അത് കറക്റ്റ് തലക്ക് കിട്ടിയത് അപ്പം തീരുമല്ലോ. അതേ മുമ്പിലൊരുത്തനുണ്ട്. കൊടുക്കണം. ഞാനിപ്പോ എന്നെ രക്ഷിക്കാനാണോ നോക്കുന്നത്, ആ വാനിന്റെ അവരെ രക്ഷിക്കാനാണോ? വാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം, അതാണ് ലക്ഷ്യം. പോട്ടെ. ഇത് എവിടെ നിന്നൊക്കെയോ വെട്ടി വരുന്നുണ്ട് കേട്ടോ. അന്നെ തീർത്തിട്ടുള്ളൂ. ഇത് മറ്റേ റോങ് ടേണിലൊക്കെ കാണുന്ന കൂട്ടാ. അവരുടെ വണ്ടി പോലെ ഉണ്ട്. വേണ്ട, ഇങ്ങനത്തെ സാധനം എടുത്തോണ്ട് വണ്ടി എടുത്തോണ്ട് നമുക്ക് വെടികൊള്ളൽ കുറഞ്ഞു. പൊട്ടെ വണ്ടി ഓടിക്കാറില്ല. തീർന്നു. ചത്ത്. ഞാൻ രക്ഷിക്കാൻ പോയിട്ട് എനിക്ക് എന്റെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു വണ്ടി കിട്ടണമല്ലോ അവിടുന്ന്. ഇവിടെ നിന്നൊക്കെയോ വെടി വരുന്നുണ്ട് കേട്ടോ. ഹെൽപ്പ് ഡെലിവർ ദ വാൻ ടു ദ വെയർഹൗസ്. അതവിടെ എഴുതി കാണിച്ചിട്ട് കാര്യമില്ല. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണ്ടേ? അവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്, അതെടുത്താലോ? പൊട്ട വണ്ടി. എന്തായാലും കുഴപ്പമില്ല, അതിന് സ്പീഡൊന്നും ഇല്ലേ. പയ്യെ കയറുന്നുണ്ടല്ലോ. നമ്മളെ ചുറ്റും ഇപ്പൊ എന്തായാലും ശത്രുക്കൾ ആരും ഇല്ല. നമ്മളെങ്ങനെയെങ്കിലും വാൻ്റെ അടുത്ത് എത്തട്ടെ. വണ്ടി എടുക്കായിരുന്നു. Hey, the Lost, right? I mean, those guys don't think we had anything to do ഇതാണ് with വെയർ this. ഹൗസിന്റെ ആള്. I mean, we're neighbors, right? See, I mean, I don't shit on my doorstep unless Trevor tells me to,
but that was only once. What I'm trying to say is that I only rarely shit on doorsteps. And when I do, I don't want the doorstep owners finding out. Good. Lawless. Okay, it's too late to save my marriage, but, you know, I got it. ഇയാൾക്ക് ഭ്രാന്തുണ്ട്. നമ്മളെന്തായാലും ഇന്നത്തെ കളി നിർത്താണ്. നമ്മൾ രാജ്യത്ത് നമ്മൾ ലക്ഷ്യത്തിലെത്തി. ഹായ് ഗൈസ്.